ബിഗ് ബോസ് സീസൺ 6 ഡേ 69 ലൈവിലെ ചില കാര്യങ്ങളൊക്കെയാണ്. ഫാമിലി വീക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നും കണ്ടസ്റ്റൻസിന്റെ വീട്ടിൽ നിന്ന് വരുന്നുണ്ട്. ഇന്നുകൊണ്ട് എല്ലാ ഫാമിലിയും ഹൗസിൽ വന്ന് ഈ ഫാമിലി വീക്ക് പരിപാടി അവസാനിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഇന്ന് രാവിലെ സിജോയുടെ അതേപോലെ തന്നെ അഭിഷേകിന്റെ നോറയുടെ അച്ഛന്മാരാണ് ഹൗസിലേക്ക് കയറി വന്നത്. ഡാഡി മൈ സൂപ്പർ ഡാഡി എന്നുള്ള പാട്ടിന്റെ കമ്പടിയോടെ ഈ മൂന്നാളുകൾ ഹൗസിലേക്ക് കയറി വരുന്നതും കണ്ടസ്റ്റൻസ് അവരെ കണ്ട് ഞെട്ടുന്നതും സ്നേഹപ്രകടനം നടത്തുന്നതും ഒക്കെ കാണാൻ വലിയ രസമുണ്ടായിരുന്നു. ഈ അഭിഷേകിന്റെ അച്ഛൻ അമ്മയുടെ അഭാവത്തിലും അഭിഷേകിനെ വളരെ സൂപ്പറായിട്ട് കെയർ ചെയ്യുന്ന ഒരു അച്ഛനാണ്. ഭയങ്കര കൂളായിട്ടുള്ള ഒരു അച്ഛനാണ്. അദ്ദേഹം ഫുൾ ടൈം ഇരുന്ന് ലൈവ് കാണുന്നുണ്ട്. എല്ലാ കാര്യങ്ങളെ കുറിച്ചിട്ടും അറിയാം. എല്ലാ ആൾക്കാരെ ഇഷ്ടമാണ്. എല്ലാ ആളുകളുടെയും ഗെയിമിനെ കുറിച്ചിട്ട് അദ്ദേഹം മനസ്സിലാക്കുന്നുണ്ട്. അഭിഷേകിന്റെ അച്ഛൻ വന്ന സമയത്ത് തന്നെ അഭിഷേകിനോട് പറയുന്ന ഒരൊറ്റ കാര്യമുണ്ട്. ആദ്യം പറഞ്ഞ ഒരു കാര്യമുണ്ട്, നീ എപ്പോഴും ഇവിടെയാണല്ലേ ഇരിക്കുന്നത്, നീ അങ്ങനെ എപ്പോഴും ഒരിടത്ത് ഇരിക്കരുത്, നീ ഇങ്ങനെ എല്ലായിടത്തൊക്കെ ഇറങ്ങി നടക്കണം. നോറ, സിജോ എന്നിവരുടെ അച്ഛന്മാരെ കുറിച്ചിട്ട് ഇവര് ലൈഫ് എക്സ്പീരിയൻസ് പറയുന്ന സമയത്ത് നമുക്ക് തന്ന പിക്ചർ കുറച്ച് ഡിഫറെന്റ് ആണ്. അവരിത്തിരി കണിശക്കാരായിട്ടുള്ള സ്നേഹം അത്ര പ്രകടിപ്പിക്കാത്ത അച്ഛന്മാരായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. വളരെ യാഥാസ്ഥികമായിട്ടുള്ള സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസ് ഉള്ള വീട്ടിൽ നിന്ന് വന്ന ഒരാളെ പോലെയാണ് നോറ പെരുമാറുന്നത്. എന്നാൽ നോറയുടെ അച്ഛൻ ഭയങ്കര ഫ്രീ ആയിട്ട് എല്ലാ ആൾക്കാരോടും ഇടപെടുന്നുണ്ട്. നമ്മൾ കേട്ടതിൽ നിന്ന് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പിക്ചറാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. സിജോയുടെ അച്ഛനും സിജോ പറഞ്ഞതിൽ നിന്ന് വളരെ ഡിഫറെന്റ് ആയിട്ട് എല്ലാ ആൾക്കാരോടും പെരുമാറുന്നു. സിജോയുടെ അച്ഛൻ ഞങ്ങൾ ഒറ്റയ്ക്കാണ് വന്നത് എന്ന് പലതവണ ആവർത്തിച്ച് പറയുന്ന സമയത്ത് തന്നെ കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും കൂടെ ആളുകൾ വന്നിട്ടുണ്ട് എന്നുള്ളത്. എന്തുകൊണ്ടാണ് ഇവർ തന്ന പിക്ചറിന് ഡിഫറെന്റ് ആയിട്ട് ഇവർ പെരുമാറുന്നത് എന്നൊക്കെ ഞാനിങ്ങനെ വളരെ സ്നേഹത്തോടെ ഇങ്ങനെ ആലോചിച്ചു. ഭയങ്കര ക്യൂട്ട് മൊമെന്റ്സ് ആണല്ലോ. നമുക്ക് വളരെ സന്തോഷം തോന്നും രാവിലെ തന്നെ ഇത് കാണുന്ന സമയത്ത്. പിന്നെയാണ് മനസ്സിലായത് നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെയാണ്. വീട്ടിലൊക്കെ എല്ലാവരും അച്ഛന്മാരൊക്കെ വലിയ പുലികളാണ്. പുറത്തിറങ്ങുന്ന സമയത്ത് അവർ ഭയങ്കര സോഫ്റ്റ് ആണ്. പിന്നെ മക്കളുടെ അച്ചീവ്മെന്റ് ഒക്കെ കാണുന്ന സമയത്ത് ഒരു കാലത്തിന് ശേഷം അച്ഛന്മാരും അമ്മമാരും ഒക്കെ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് പെരുമാറാറുണ്ട്. പിന്നെ അമ്മമാര് പൊതുവേ സോഫ്റ്റ് ആണ്. ഇതെല്ലാം നമ്മുടെ ഈ ഒരു സോഷ്യൽ കണ്ടീഷനിങ് കാരണമാണ്. സിജോ പറഞ്ഞ അല്ലെങ്കിൽ നോറ പറഞ്ഞ അച്ഛനൊന്നും അല്ല ഇപ്പോൾ ഹൗസിലേക്ക് വന്നിരിക്കുന്നത്. അവർ വേറെ ആളുകളാണ്. ഇതിനകത്തുനിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ശരിക്കും ഇതുപോലെയുള്ള ഒരു അവസരം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ, സ്നേഹം പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ആ മക്കൾക്ക് അത് മിസ്സാവില്ലേ? ബാല്യകാലത്ത് വലിയ കണിശക്കാരാവുകയും പിന്നീട് ഇതുപോലുള്ള ഒരു അവസരം കിട്ടാതിരിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് എന്നും അച്ഛന്മാർ ചില വിഷമങ്ങളൊക്കെ അല്ലെങ്കിൽ ചൈൽഡ്ഹുഡ് ട്രോമ, മറ്റേ സായിക്ക് ഫീൽ ചെയ്തതുപോലുള്ള ട്രോമകൾ നൽകിയ ആൾക്കാരായിട്ട് നിലകൊള്ളില്ലേ? അപ്പൊ അതുകൊണ്ടൊക്കെ ഇതിൽ നിന്നൊക്കെ ചില മെസ്സേജുകൾ പേരൻസ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ എടുക്കാം. ഏതായാലും എല്ലാവരും വളരെ ഹാപ്പിയാണ്. ഈ ഷോ കൊണ്ട് പേഴ്സണൽ ലൈഫിൽ ഒത്തിരിയധികം ഗുണങ്ങൾ കിട്ടുന്ന ആളുകൾ പല സീസണിലും ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ തവണ നാദർ ഉണ്ടായിരുന്നു. ഈ തവണ നമ്മുടെ അഭിഷേക് കെനെ വീട്ടുകാർ വളരെ സ്നേഹത്തോടെ ചേർത്ത് നിർത്തിയത് നമ്മൾ വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കിയതാണ്. സായിക്ക് അദ്ദേഹത്തിന്റെ വിഷമം ചെറുതാണെന്ന് ആളുകൾ പറയുന്നുണ്ടെങ്കിലും അതൊരു വലിയ വിഷമമായിരുന്നു. സായിക്ക് അതും അദ്ദേഹത്തിന്റെ ലൈഫിന്റെ ഒരു മീനിങ്ങും അങ്ങനെയുള്ള കുറേയധികം കാര്യങ്ങളിൽ കുറച്ച് മാറ്റങ്ങൾ ഉണ്ടായി. അഭിഷേകിന് കുറച്ചും കൂടെ ഒരു അക്സെപ്റ്റൻസ് കിട്ടി. അഭിഷേക് കുറച്ചും കൂടെ ഒരു ആന്റി സോഷ്യൽ ഗ്യാങ് ഒക്കെ ആയിട്ട് കമ്പനി ആയിട്ടിരുന്ന ഒരു മച്ചാനാണ്. ഭയങ്കരമായിട്ട് മാറി. പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഗെയിം അങ്ങനെയുള്ള ഒരു രീതിയിലേക്ക് നോക്കണ്ട. സീസൺ 6 അങ്ങനെ ഒരു ഗെയിം വലിയ കാര്യമായിട്ട് നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. ഒന്നോ രണ്ടോ ആൾക്കാർ മാത്രമാണ് ഈ ഗെയിം വലിയ കാര്യമായിട്ട് കളിക്കുന്നത്. അവർക്ക് കാര്യമായിട്ടുള്ള നെഗറ്റീവ്സും ആളുകൾ പറയാറുണ്ട്. ഗെയിം കളിക്കാതിരിക്കുന്ന ചുമ്മാ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഫ്രണ്ട്ഷിപ്പുമായിട്ട് പോകുന്ന ആളുകൾ, ഇങ്ങനെയുള്ള ഫാമിലി മൊമെന്റ്സിലേക്ക് പിടിച്ചു കയറുന്ന ആളുകൾ വളരെ സിമ്പിളായിട്ട് സർവൈവ് ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഗെയിമിനെ നമുക്ക് സീസൺ 6 നിന്ന് എടുത്തു മാറ്റേണ്ടി വരും. ഗെയിം കളിച്ച ആളുകൾ മണ്ടന്മാരായി മാറുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ ഗെയിം കളിക്കുന്ന ജിൻഡോ, ജാസ്മിൻ അവരോടൊക്കെ ഉള്ള ഒരു അപ്രോച്ച് അല്ല ബാക്കിയുള്ള ആളുകളോട് നാട്ടുകാർക്കുള്ളത്. അവരെ മാക്സിമം ഡിഗ്രേഡ് ചെയ്യാനായിട്ട് പല സൈഡിൽ നിന്ന് ആളുകൾ നോക്കുന്നുണ്ട്. അവരുടെ ആർമികൾ തമ്മിൽ ചില സമയത്ത് അതിരുവിട്ട രീതിയിലേക്ക് പെരുമാറാറുണ്ട്. അവർ മാനിപ്പുലേഷൻ നടത്താറുണ്ട്. പിന്നെ ജാസ്മിന്റെ സൈഡിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഡിഫെൻഡ് ചെയ്യേണ്ടതുണ്ട്. കാരണം അത്രയധികം ആരോപണങ്ങളാണ് രാവിലെ തൊട്ട് വൈകിട്ട് വരെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ഫാമിലി വീക്ക് ആണെങ്കിലും ലൈവൊക്കെ കാണുന്ന സമയത്ത് ജാസ്മിന്റെ ഫാമിലി അവസാനം കൊണ്ടുവരുന്നത് പ്രശ്നമായിട്ട് പറയുന്ന ആൾക്കാരുണ്ട്. ആദ്യം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് പ്രശ്നമാക്കാൻ വേണ്ടി ഇരുന്ന ആളുകളുണ്ട്. ഇടയ്ക്ക് വന്നു കഴിഞ്ഞാൽ അത് പ്രശ്നമാക്കാൻ വേണ്ടി ഇരുന്ന ആളുകളുണ്ട്. അപ്പൊ അങ്ങനെ ഒരു വലിയ കൂട്ടത്തെയാണ് ഇവരുടെ ഫാൻസ് ഡീൽ ചെയ്യുന്നത്. ജിൻഡോയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ജിൻഡോയ്ക്ക് കാര്യമായിട്ടുള്ള PR സപ്പോർട്ട് ഉണ്ട്. കുഴപ്പമൊന്നുമില്ല. PR എല്ലാ ആൾക്കാരും കൊടുക്കാറുണ്ട്. ചെറിയ രീതിയിലൊക്കെ എല്ലാ ആൾക്കാരും ചെയ്യാറുണ്ട്. ജിൻഡോയുടെ കാര്യമായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. അയാൾക്ക് പൈസ ഉണ്ട്. കുറെ പേർക്ക് ജോലി കിട്ടി. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിൻഡോയ്ക്ക് PRന്റെ ആവശ്യമില്ല. ഇൻഡിവിജ്വൽ ഗെയിം അത്ര സ്ട്രോങ് ആയിട്ട് കളിക്കുന്ന ഒരാളാണ് ജിൻഡോ. ജിൻഡോയ്ക്ക് PRന്റെ ആവശ്യമില്ല. ജിൻഡോയുടെ PR എന്നെ കാണിക്കും ജിൻഡോയെ മാനം കെടുത്തും. നമുക്കിത് ദേഷ്യം വരും. കാരണം നമ്മൾ വിമർശനങ്ങൾ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നിടത്ത് വന്നിട്ട് ലവ് സൂപ്പർ കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കണ്ടസ്റ്റന്റിനോട് ദേഷ്യം വരില്ലേ? കാരണം അയാളുടെ ഫാൻസ് എല്ലാം അത്ര മോശം ചിന്താഗതിയുള്ള ആളുകളാണോ, എന്നെങ്കിൽ നമ്മൾ ആ കൂട്ടത്തിൽ ഇല്ല എന്ന് കോമൺ സെൻസ് ഉള്ള ആളുകൾ ചിന്തിക്കും. അപ്പോൾ അതാണ് PR-ന്റെ ഒരു റിയാലിറ്റി. അത് ജിൻഡോയെ കാര്യമായിട്ട് അഫക്റ്റ് ചെയ്യുന്നുണ്ട്.
അപ്പൊ ഈ ജിൻഡോ, ജാസ്മിൻ എന്നിവർ ഗെയിം കളിക്കുന്നു, ബാക്കിയുള്ള ആളുകൾ നൈസായിട്ട് ഇതുവരെ സർവൈവ് ചെയ്തു പോകുന്നു. പവർ റൂം കോൺസെപ്റ്റ് എടുത്ത് മാറ്റി. അത് കഴിഞ്ഞ് ഫാമിലി വീക്ക് ഇട്ട് കൊടുത്തപ്പോഴത്തേന് പവർ റൂമിനെക്കാളും ഈസി ആയിട്ട് കുറേയധികം ആളുകൾക്ക് സർവൈവ് ചെയ്യാൻ പറ്റും. ഗെയിമേഴ്സിനോടുള്ള ഹേറ്റിന്റെ കാര്യത്തിൽ എന്ത് സംഭവിച്ചു? ആ ഹേറ്റ് അവിടെ തന്നെ നിലനിൽക്കുന്നുണ്ട്. ബാക്കിയുള്ള ആളുകൾ സൈഡിൽ കൂടെ നൈസായിട്ട് പോവുകയും ചെയ്തു. ഇതിന്റെ കൂടെ എനിക്ക് എടുത്തു പറയാനായിട്ട് തോന്നുന്നത്, നന്ദനയ്ക്ക് വീട് വെക്കുന്ന ഒരു പരിപാടിയെ കുറിച്ചിട്ട് ഫ്രീക്വന്റ് ആയിട്ടുള്ള ഡിസ്കഷൻ വരുന്നുണ്ട്. അത് അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ്, കണ്ടസ്റ്റൻസിന്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ്. അവർക്ക് നന്ദനയ്ക്ക് വേണ്ടി ഗെയിം മാറ്റി പിടിക്കാനായിട്ടോ നന്ദനയ്ക്ക് പെട്ടിയെടുത്ത് പോകാൻ പറ്റുന്ന അവസരം കൊടുക്കാനായിട്ടുള്ള എല്ലാവിധ റൈറ്റും ഉണ്ട്. പക്ഷെ അതൊരു ഗെയിം ഷോയുടെ ഭാഗമായിട്ട് നമ്മളെ ഓഡിയൻസിനെ കേൾപ്പിക്കേണ്ട ആവശ്യമില്ല. കാരണം അത് അവരുടെ പേഴ്സണൽ ടോക്കാണ്. അങ്ങനെയുള്ള ഒരു ചാരിറ്റി മോഡിലേക്ക് ഈ പരിപാടി വന്നു കഴിഞ്ഞാൽ അത് ഗെയിമിനെ അഫക്റ്റ് ചെയ്യും, അത് വോട്ടിനെ അഫക്റ്റ് ചെയ്യും, അത് അനർഹമായിട്ടുള്ള ചില പരിഗണനകൾ കണ്ടസ്റ്റൻസിൽ ചില ആളുകൾക്ക് കിട്ടാൻ കാരണമാവും. ഒന്ന് ആലോചിച്ച് നോക്കുക, ഫൈനൽ കപ്പ് മാത്രം ലക്ഷ്യമുള്ള കണ്ടസ്റ്റൻസ് ഈ പെട്ടി എടുക്കുന്ന ഒരു ഗെയിം വരുന്ന സമയത്ത് ഒരു സിമ്പതി എലമെന്റ് എടുത്ത് വർക്കൗട്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ, എല്ലാ സീസണിലും വർക്കൗട്ട് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് ബാക്കിയുള്ള ആളുകളെ നെഗറ്റീവായിട്ട് ബാധിക്കുകയും ചെയ്യും. ഇവർക്ക് ഒരു ഗെയിമും കളിച്ചില്ലെങ്കിലും ഇവർക്ക് അത് പോസിറ്റീവായിട്ട് വരികയും ചെയ്യും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, എല്ലാ ആൾക്കാരും ഓരോ ആവശ്യങ്ങളുമായിട്ടാണ് അവിടെ വരുന്നത്. എല്ലാ ആൾക്കാരും ഓരോ ആവശ്യങ്ങളായിട്ടാണ് വരുന്നത്. അപ്പം ഒരാൾക്ക് വേണ്ടി ഒരു 3-4 ആളുകൾ ക്യാമ്പയിൻ ചെയ്യുകയാണ്. ക്യാമ്പയിൻ ചെയ്യുന്നത് വളരെ ലൈറ്റായിട്ട്, നമുക്ക് ജസ്റ്റ് ഒരു ഹിന്റ് മാത്രമായിട്ട് തരികയാണെങ്കിൽ ഓക്കെ. അത് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രീതിയിൽ ക്യാമ്പയിൻ ചെയ്യുന്നത് കേൾപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ക്യാമ്പയിൻ ചെയ്യാമെന്ന് വിചാരിക്കുക. ക്യാമ്പയിൻ ചെയ്യുന്ന സമയത്ത് ഈ പെട്ടി എന്നൊക്കെ പറയുന്നത് പണമൊക്കെ എല്ലാ ആളുകൾക്കും ആവശ്യമുള്ളതാണ്. അപ്പോൾ അത് കാണുന്ന സമയത്ത് ഒരു കണ്ടസ്റ്റന്റ് ഈ പെട്ടി എടുക്കുകയാണ്, മറ്റേ ആൾക്ക്, ക്യാമ്പയിൻ ചെയ്ത ആൾക്ക് കിട്ടിയില്ല, അല്ലെങ്കിൽ വേറൊരു കണ്ടസ്റ്റന്റ് ഈ ക്യാമ്പയിൻ അറിയാതെ വേറൊരാൾക്ക് പെട്ടി എടുക്കാൻ വേണ്ടി മോട്ടിവേഷൻ കൊടുക്കുകയാണ്. കുറേയധികം ആളുകൾ അനാവശ്യമായിട്ട് നെഗറ്റീവിലേക്ക് പോകും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ നന്ദനയ്ക്ക് വീട് വയ്ക്കുന്ന കാര്യവുമായി ബന്ധപ്പെട്ട് ഇവർ ഡിസ്കസ് ചെയ്യുന്നത് ഫ്രീക്വൻ്റ് ആയിട്ട് കേൾപ്പിക്കുന്നത് സീനാവോ എന്നുള്ള ഒരു ഡൗട്ടുണ്ട്. കാര്യം നന്ദന നമുക്ക് പ്രിയപ്പെട്ട ഒരു കണ്ടസ്റ്റൻ്റ് ആണ്. അപ്പം അദ്ദേഹം അത് നേടിയെടുക്കേണ്ടതാണ്, അദ്ദേഹത്തിൻ്റെ ഗെയിം കൊണ്ട് നേടിയെടുക്കേണ്ടതാണ്. ബാക്കിയുള്ള ആളുകൾ ഇതിനെ ഒരു ഗെയിമാക്കി നോക്കി കാണുന്നത് അത്ര ഗെയിമിന് ഭൂഷണമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. രണ്ടാമത്തെ എൻട്രിയിൽ വന്നത് സിജോയുടെ അമ്മയുണ്ട്, നോറയുടെ അമ്മയുണ്ട്, അതേപോലെ തന്നെ അഭിഷേകിൻ്റെ അനിയത്തിയുണ്ട്. അപ്പോൾ അഭിഷേകിൻ്റെ അനിയത്തിയൊക്കെ നൈസാണ്, എല്ലാ ഗെയിമും നോക്കി കാണാറുണ്ട്, എല്ലാത്തിനെ കുറിച്ചും വ്യക്തമായ അഭിപ്രായങ്ങളൊക്കെ ഉണ്ട്. അഭിഷേക്, ഞാനും ചിന്തിക്കാറുണ്ട്, അഭിഷേക് ഈ ഷർട്ടൊക്കെ ഇടുന്ന കാര്യത്തിൽ അത്രയധികം നോക്കാറില്ല. അപ്പോൾ അവർ ഇഷ്ടംപോലെ അയച്ചു കൊടുക്കാറുണ്ട്, അഭിഷേക് എന്തുകൊണ്ടോ അത് ഇടുന്നില്ല, അതിനെക്കുറിച്ചിട്ടൊക്കെ അവർ പരാതി പറയുന്നുണ്ട്. സിജോയുടെ അമ്മയോട് സിജോ ഗെയിം പ്ലാനിനെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. സിജോയുടെ അമ്മ ശരിക്കും വളരെ വിഷമത്തോടെയാണ് മകനെ കാണുന്നത്. കാരണം ആ അടിയൊക്കെ കിട്ടുന്ന വിഷ്വൽ അവർ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, അവർ പെറ്റമ്മയല്ലേ, അപ്പോൾ അവർക്ക് വേദന ഉണ്ടാവില്ലേ, മകനോട് സംസാരിക്കാനായിട്ട് പറ്റുന്നുമില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇന്നാണ് മകനെ ഒന്ന് കാണാൻ പറ്റുന്നത്. അപ്പം അതിൻ്റെ എല്ലാ വിഷമങ്ങളും അമ്മ അവിടെ ഇറക്കി വെക്കുന്നുണ്ട്. സിജോ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായിട്ട് ഒരു അവസരം എന്നുള്ള രീതിയിൽ ഗെയിം പ്ലാനുകൾ അവിടെ റിവീൽ ചെയ്യുന്നുണ്ട്. ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട്, പുറത്തെ കാര്യങ്ങൾ പറയരുത്, ചോദിക്കരുത്, അങ്ങനെയുള്ള കാര്യങ്ങൾ. സിജോ അമ്മയ്ക്ക് ഈ ഗെയിം പ്ലാൻ മൊത്തം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അമ്മ 24/7 ഇത് കാണുന്ന ഒരു വ്യക്തിയാണ്, നമ്മളിത് കാണുന്ന ഒരു വ്യക്തിയാണ്. അച്ഛന്മാരൊക്കെ ഇങ്ങനെ കൂട്ടമായി കയറി വരുന്ന സമയത്ത് ജാസ്മിന് വിഷമം, പെട്ടെന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് മാറി നിൽക്കുന്നു, ഭയങ്കര വിഷമം. അപ്പം നോറയുടെ അച്ഛൻ പറയുന്നുണ്ട്, അച്ഛൻ വരും, വിഷമിക്കണ്ട, കാത്തിരിക്കാനൊക്കെ. അതിപ്പം സ്പെഷ്യൽ എൻട്രി ആയിരിക്കും, ജാഫ്രിക്കായ്ക്ക് സ്പെഷ്യൽ എൻട്രി ആയിരിക്കും. സ്പെഷ്യൽ എൻട്രി കിട്ടിക്കഴിഞ്ഞാൽ എന്താ പ്രശ്നമുണ്ടോ? എനിക്കൊരു പ്രശ്നം തോന്നുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സീസൺ 6 ഏറ്റവും ബെസ്റ്റ് കണ്ടസ്റ്റൻസ് ആണ് ജിൻഡോ ആൻഡ് ജാസ്മിൻ. അല്ലാതെ ബാക്കിയുള്ള ആളുകളുടെ പേരൻസിന് സ്പെഷ്യൽ എൻട്രി കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. ഇപ്പോൾ നന്നായിട്ട് കളിക്കുന്ന ഒരാളുടെ പേരൻറ്റിന് ഒരു സ്പെഷ്യൽ എൻട്രി കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. കാരണം കണ്ടന്റ് അവരാണ്. ഇപ്പോൾ കണ്ടന്റ് ഒന്നും ഇല്ല, റിവ്യൂവേഴ്സിന് കണ്ടന്റ് ഇല്ല, അല്ലെങ്കിൽ അപ്ഡേറ്റുകൾ കൊടുക്കുന്ന ആളുകൾക്ക് കണ്ടന്റ് ഇല്ല എന്നുണ്ടെങ്കിലും ചുമ്മാ ചില ഗൂഢാലോചനയൊക്കെ അടിച്ചു വിട്ടിട്ട് കണ്ടന്റ് ഉണ്ടാക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ് ജാസ്മിൻ. അതുകൊണ്ട് ജാസ്മിന് കൂടുതൽ പരിഗണന കൊടുക്കട്ടെ എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. പരിഗണന കിട്ടണം. അല്ലെങ്കിൽ പിന്നെ ആൾക്കാർ ഗെയിം കളിക്കാൻ വേണ്ടി പോവോ? എല്ലാവരും മറ്റേ ഈ സൈഡായിട്ട് ഇരുന്നിട്ട് വീട്ടുകാർ വരുന്ന സമയത്ത് പോസിറ്റീവ് ആവാൻ വേണ്ടി ഇരിക്കില്ലേ? ഫാമിലി വരുന്ന സമയത്ത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, ഏറ്റവും നല്ല രീതിയിൽ പെരുമാറുന്നത് ജിൻഡോ മച്ചാനാണ്. ജിൻഡോ എല്ലാ ആൾക്കാരോടും വളരെ സ്നേഹത്തോടെ പെരുമാറും. ജിൻഡോയുടെ ഡബിൾ പ്രായമുള്ള ആൾക്കാരാണെങ്കിലും അവരുടെ നടുവിലിരുന്ന് അവരുമായിട്ടൊക്കെ വർത്താനം പറയും. അവർക്ക് ആ ഒരു അന്തരമൊന്നും ഫീൽ ചെയ്യില്ല. ആ ഒരു തന്ത വൈബ് പിടിക്കാനൊക്കെ ജിൻഡോ മിടുക്കാനാണ്. ഇതിൻ്റെ ഒരു നൈസാണ് കേട്ടോ ഇങ്ങനെയുള്ള ആളുകളോടൊക്കെ ഇടപെടുന്നത്. അത് ആ ബിസിനസ് ചെയ്യുന്നതിൻ്റെ ഒരു ഗുണമാണ്. എത്രയധികം ആളുകളുമായിട്ട് ഇടപെട്ടിട്ട് മാത്രം നമുക്കൊരു ബിസിനസ് ഉയർത്തിക്കൊണ്ട് വരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ജിൻഡോയ്ക്ക് ആ ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ആളുകൾ ഡീൽ ചെയ്യാൻ, നയപരമായിട്ട് ഡീൽ ചെയ്യാൻ അറിയാം. അതൊരു രസം പരിപാടിയാണ് കേട്ടോ. നോറ അച്ഛനോടും അമ്മയോടും ഒക്കെ നോറയുടെ ഗെയിമിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. നോറയുടെ അച്ഛനും അമ്മയൊക്കെ പറയുന്നുണ്ട്, നിന്റെ ഈ കരച്ചിലിനെ കുറിച്ചിട്ടാണ് എല്ലാ ആൾക്കാരും പരാതി പറയുന്നത്. ഇപ്പം നോറ പറയുന്നുണ്ട്, ഇപ്പോൾ കരച്ചിലും പരിപാടിയൊന്നുമില്ല. നമ്മൾ ആദ്യത്തെ റിവ്യൂവിൽ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് സംഭവം. എന്ന് വെച്ച് കഴിഞ്ഞാൽ
നോറ വളരെ യാഥാസ്ഥികമായിട്ടുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ പേടിയാണ് പുറത്ത് എങ്ങനെയാണ് ഇത് നോക്കിക്കാണുന്നത്, വീട്ടുകാരെന്ത് വിചാരിക്കും, ആ ഒരു പേടിയിൽ നിന്നിട്ടാണ് ഈ കരച്ചിലും പരിപാടിയൊക്കെ. നോറ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, എനിക്കറിയില്ലല്ലോ, അതുകൊണ്ട് ടെൻഷൻ കാരണമാണ് ഞാൻ കരഞ്ഞത്. ഇപ്പം വീട്ടുകാരൊക്കെ നല്ല സപ്പോർട്ടാണ് നോറയുടെ ഒരു ഗെയിമിന്. ഇങ്ങനെയാണ് ഫാമിലി മൊമെന്റ്സ്. ഒത്തിരിയധികം ഭക്ഷണ സാധനങ്ങളാണ് ഇതിനോടൊപ്പം ഹൗസിലേക്ക് വരുന്നത്. ഇവരെപ്പോൾ ഇതൊക്കെ കഴിക്കുന്നു, അത്രയധികം ഫുഡ് ഐറ്റംസ് ഉണ്ട്, ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ്. കാണുന്ന സമയത്ത് നമുക്ക് തന്നെ കൊതി തോന്നും. ഇനിയിപ്പോൾ ആരാണ് ഹൗസിലേക്ക് വരുന്നത്, വന്നോ എന്നുള്ളതിനെ കുറിച്ചിട്ട് അറിയില്ല. മറ്റൊരു വീഡിയോയിൽ കാണാം. നന്ദി.